ജോർജിയയിൽ വന്നിട്ട് MBBS പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുന്ന ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കും ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. 1930 സ്ഥാപിതമായ ജോർജിയയിലെ തന്നെ ആദ്യത്തെ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് TSMU. സോ കറന്റ്ലി ഞാൻ നിൽക്കുന്നത് TSMUന്റെ മെയിൻ ക്യാമ്പസിലാണ്. സോ എന്തുകൊണ്ടായിരിക്കും ജോർജിയയിൽ വന്ന് MBBS പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ TSMUനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവുന്നത്? അതിന് വേറെ ഒരു കാരണങ്ങളുമില്ല. ബിക്കോസ് കറന്റ്ലി ജോർജിയയിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ് ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. സോ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിലായിട്ട് 91 രാജ്യങ്ങളുടെ ഫ്ലാഗ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അത് മീൻ ചെയ്യുന്നത് ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഈ പറയുന്ന 91 രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ MBBS പഠിക്കുന്നു എന്നതാണ്. ഏകദേശം 100 വർഷത്തോളം പഴക്കമുള്ള ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തിട്ട് അഡ്മിഷൻ എടുക്കാതെ പോകുന്നതിന് കുറേ കാരണങ്ങളുണ്ട് കേട്ടോ. ബിക്കോസ് ഇന്ന് കറന്റ്ലി ജോർജിയയിൽ അവൈലബിൾ ആയിട്ടുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും കൂടുതൽ ഫീസുള്ള ഒരു യൂണിവേഴ്സിറ്റി ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. TSMUന്റെ ട്യൂഷൻ ഫീസ് മാത്രം വരുന്നത് വർഷം $8,000 ട്യൂഷൻ ഫീസ് വരുന്നത്. സോ വർഷം $8,000 എന്ന് പറയുമ്പോൾ 6 വർഷത്തേക്ക് വരുമ്പോൾ ഏകദേശം $48,000 ട്യൂഷൻ ഫീസ് മാത്രമായി വരുന്നുണ്ട്. സോ $48,000 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ ഇന്ത്യൻ മണിയുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസ് മാത്രം ഏകദേശം ഒരു 40 ലക്ഷം രൂപ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. സോ TSMUൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. USMD പ്രോഗ്രാമും അവൈലബിൾ ആണ്. അത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ യൂറോപ്യൻ പ്രോഗ്രാമും അവൈലബിൾ ആണ്. സോ നോർമലി ഇന്ത്യയിൽ നിന്നുള്ള സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ പ്രോഗ്രാമാണ്. സോ യൂറോപ്യൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ECTS സിസ്റ്റം പ്രോപ്പർലി ഫോളോ അപ്പ് ചെയ്യുന്ന യൂറോപ്യൻ ക്രെഡിറ്റ് ട്രാൻസ്ഫർ സിസ്റ്റം ഉള്ള പ്രോഗ്രാമാണ്. അതായത് ഒരു ഇയറിൽ 60 ക്രെഡിറ്റ് എന്ന രീതിയിൽ 6 വർഷങ്ങളിലായി 360 ക്രെഡിറ്റ് ആണ് ആ ഒരു വിദ്യാർത്ഥി കംപ്ലീറ്റ് ചെയ്യേണ്ടതുള്ളത്. സോ 360 ക്രെഡിറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, കുട്ടിയുടെ പഠനം പൂർത്തിയാവുകയും ചെയ്യും. ദെൻ ദ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫീസിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവിംഗ് കോസ്റ്റ് ആണ് അല്ലേ. സോ ജോർജിയയെ സംബന്ധിച്ചിട്ട് ജോർജിയയുടെ ക്യാപിറ്റൽ സിറ്റിയോ ഇനി ഏത് സിറ്റി എടുത്താലും നമ്മുടെ ഒരു ലിവിംഗ് കോസ്റ്റ് ആവറേജ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $300 മുതൽ $350 വരെയാണ് നമ്മുടെ ലിവിംഗ് കോസ്റ്റ് വരുന്നത്. സോ നമ്മളൊരു 6 ഇയേഴ്സിന്റെ ലിവിംഗ് കോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം $18,000 മുതൽ ഏകദേശം ഒരു $20,000 വരെ നമുക്ക് ലിവിംഗ് കോസ്റ്റ് വരും. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 17 lakhs എന്ന് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ TSMUനെ സംബന്ധിച്ചിട്ട് ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ ഫുഡ്, ഈ ഒരു 3 ഫാക്ടേഴ്സ് നോക്കിയാൽ തന്നെ ഏകദേശം ഒരു 47 to 50 lakhs വരെയാണ് നമ്മുടെ എൻറ്റയർ ബഡ്ജറ്റ് വരുന്നത്. അപ്പൊ ഇത്രയും ഫീസ് കൊടുത്തിട്ട് TSMUൽ പഠിക്കുന്നത് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പ്രോപ്പർലി പഠിക്കാനും പ്ലാൻ ഉണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് TSMU. പിന്നെ TSMUൽ അഡ്മിഷൻ നോക്കിയിട്ട് TSMU ചൂസ് ചെയ്യാണ്ട് പോകുന്നതിനുള്ള 2 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ഞാൻ പറഞ്ഞ ആദ്യത്തെ ഫാക്ടറാണ്, അതായത് നമ്മുടെ ഫീസ് കൂടുതലാണ് എന്നുള്ളൊരു ഫാക്ടറാണ് ഫസ്റ്റ് ഫാക്ടർ. ദെൻ ദ സെക്കൻഡ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിയയിലുള്ള ഏറ്റവും മികച്ച മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ അക്കാഡമിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നിങ്ങൾ ജോർജിയയിലുള്ള ബാക്കിയുള്ള ഏത് യൂണിവേഴ്സിറ്റിയായിട്ട് കമ്പയർ ചെയ്താലും അക്കാഡമിക്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. സോ അത്യാവശ്യം നല്ല പഠിക്കുന്ന പ്രോപ്പർലി പഠിക്കാൻ പ്ലാനുള്ള വിദ്യാർത്ഥികൾ മാത്രം TSMU ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇല്ല എങ്കിൽ എന്താ ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് സ്റ്റഡീസിന്റെ ടൈമിൽ ടഫായിട്ട് തന്നെ കാര്യങ്ങൾ ഫീൽ ചെയ്യേണ്ടി വരും. നമ്മൾ ജോർജിയയിലുള്ള ചില പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അക്കാഡമിക്സിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും വരുത്താത്ത ഒരു യൂണിവേഴ്സിറ്റിയാണ് TSMU. 10,000 വിദ്യാർത്ഥികളെ ഗ്രാജുവേറ്റ് ആക്കിയ ജോർജിയയിലെ തന്നെ വൺ ഓഫ് ദ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അവരവരുടെ ക്വാളിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദെൻ ദ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷനായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഡൽഹിയിൽ വന്നിട്ട് വരാനായിട്ട് സാധിക്കും. ഇതിന്റെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ വയ ഗൾഫ് കൺട്രീസ് ആണ്. ഇതിൽ ഏത് ഓപ്ഷൻ എടുത്താലും നമ്മുടെ ഒരു ട്രാവൽ ടൈം സെയിം തന്നെയാണ് വരുന്നത്. വിത്തൗട്ട് ട്രാൻസിറ്റ്, അതായത് ട്രാൻസിറ്റ് ടൈം ഇല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 7 മുതൽ 8 മണിക്കൂർ വരെയാണ് നമ്മുടെ ഫ്ലൈറ്റ് ടൈം വരുന്നത്. ഓക്കെ, സോ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എന്ത് വേണ്ട, സ്റ്റുഡൻസിന് യാതൊരു കൺഫ്യൂഷൻസോ കാര്യങ്ങളൊന്നും പോകണ്ട. കോളേജ് ഇരിക്കുന്നത് ക്യാപിറ്റൽ സിറ്റിയിലാണ്. എയർപോർട്ടിൽ നിന്ന് അറൗണ്ട് ഒരു ½ hour കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ട് എത്താനായിട്ടും സാധിക്കും. ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒക്കെ സ്റ്റുഡന്റിന് ഓക്കെ ആയി. ഇതൊക്കെ ഓക്കെ ആണെങ്കിലും പിന്നെ സ്റ്റുഡന്റിന് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഗാർഡിംഗ് ദ പ്രോസസ്, അഡ്മിഷൻ എടുക്കുന്നത് എങ്ങനെയാണ്. അത് കൂടാണ്ട് നമുക്ക് TSMU തന്നെ അഡ്മിഷൻ വേണം, പക്ഷെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, പ്രോപ്പർ ടൈമിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുമെന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. കറന്റ്ലി TSMUനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ TSMUൽ അഡ്മിഷൻ നോക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ സെപ്റ്റംബർ ഇൻടേക്കിലാണ് നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നത് എങ്കിൽ നിങ്ങൾ മിനിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രോസസ്സ് May-June ടൈമിലെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്റ്റംബർ ഇൻടേക്കിൽ അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള ചാൻസ്
ചാൻസ് വളരെ വളരെ കുറവാണ്. ബിക്കോസ് ഇവിടെ ഒരു പ്രോപ്പർ എൻട്രി ഡേറ്റ് ഉള്ള കോളേജാണ്. അപ്പൊ നിങ്ങളുടെ ആ ഒരു എൻട്രി ഡേറ്റ് കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ പിന്നെ ഇൻടേക്ക് മിസ്സായിട്ട് നിങ്ങൾ അടുത്ത ഇൻടേക്കിലോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ടിബിലിസി മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എന്തുണ്ട്, ഞങ്ങൾക്ക് ടിബിലിസിയിൽ ഓഫീസ് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് നമുക്ക് കേരള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ TSMയിൽ അഡ്മിഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് മുതൽ നിങ്ങളുടെ വിസ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെയായിരിക്കും ചെയ്തു തരുന്നത്. വൺസ് നിങ്ങൾ ജോയിൻ ചെയ്ത് അപ് ടു 6th ഇയർ വരെയുള്ള നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും, ഓരോ വർഷങ്ങളിലുള്ള നിങ്ങളുടെ TRC രജിസ്ട്രേഷൻ, അത് കൂടാണ്ട് നിങ്ങൾക്ക് വരുന്ന ലോക്കൽ സപ്പോർട്ട്, ഇൻഷുറൻസ് എടുക്കുക, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, നമ്മുടെ സൈഡിൽ നിന്ന് ഞങ്ങളുടെ സ്റ്റാഫ് തന്നെയായിരിക്കും ചെയ്യുന്നത്. ഞങ്ങളുടെ ഓഫീസിൽ 24/7 എന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റാഫ്സ് അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പ്രോപ്പർലി നോക്കാനായിട്ട് ഒരാളുണ്ടാവും. വൺസ് നിങ്ങൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പിക്ക് ചെയ്യാനായിട്ട് ആളുണ്ടാവും. ഇതിന് അത് കൂടാണ്ട് നിങ്ങൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഗൈഡൻസിൽ ഞങ്ങളുടെ സ്റ്റാഫിനോടൊപ്പമായിരിക്കും ഞങ്ങളുടെ വിദ്യാർത്ഥികൾ ഫ്ലൈ ചെയ്യാറുള്ളത്. ഞങ്ങളുടെ വിദ്യാർത്ഥികളൊന്നും ഒറ്റയ്ക്കായിരിക്കില്ല ഫ്ലൈ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. സോ ജോർജിയയിലെ ഒരു പ്രൈം കോളേജ്, ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ജോർജിയയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങൾ ജോർജിയയിലുള്ള ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളുടെ ബഡ്ജറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ TSMന്റെ ബഡ്ജറ്റ് കൂടുതലാണ്. ദെൻ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായി പഠിച്ച് നിങ്ങളുടെ കരിയർ നല്ല രീതിയിൽ എത്തിക്കണമെന്ന് അത്രയേറെ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുക, ഇവിടെ അഡ്മിഷൻ എടുക്കുക. അല്ലാണ്ട് ഇപ്പം നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു അക്കാഡമിക്കലി ഭയങ്കര സ്ട്രോങ് ആണ്. അതുപോലെ എന്ത് കിട്ടും, നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസും അധികമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, TSMയിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എൻക്വയറീസ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഉറപ്പായും കോൺടാക്ട് ചെയ്യുക.